കത്തോലിക്ക സഭാ നേതൃത്വത്തെ അതിരൂക്ഷമായി വിമർശിച്ച് സത്യദീപം എഡിറ്ററും സിറോ മലബാർ സഭ മുൻ വക്താവുമായ ഫാദർ പോൾ തേലക്കാട് വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് സഭാ നേതൃത്വം ആവശ്യപ്പെട്ടത് തെറ്റ്. ലവ് ജിഹാദ് എന്ന വാക്ക് മെത്രാൻമാരും സിനഡും പറയാൻ പാടില്ലായിരുന്നു. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് അബദ്ധമാണെന്നും കാസയുടെ രൂപീകരണം സഭയുടെ പരാജയമാണെന്നും ഫാദർ പോൾ തേലക്കാട് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പോകാം ദ ബിഗ്ഗസ്റ്റിലേക്ക്. ക്രൈസ്തവ സഭകളും ക്രൈസ്തവ സഭകളെ ബാധിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ സജീവമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം സിറോ മലബാർ സഭയുടെ മുൻ വക്താവും സത്യദീപം എഡിറ്ററുമായ ഫാദർ പോൾ തേലക്കാടാണ് ചേരുന്നത്. നമുക്കറിയാം, ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ സജീവമായി ചർച്ചയാകുന്നൊരു സമയമാണ്. ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സജീവമായ ചർച്ചയുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ചർച്ച് ബില്ല് വരും എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ സജീവമായി നിൽക്കുന്നു. ചർച്ച് ബോർഡ് രൂപീകരിക്കാനുള്ള ശ്രമമുണ്ട് എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള ചർച്ചകൾ സജീവമാകുന്നു. ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒരു ബില്ല് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ക്രൈസ്തവ സഭകളെ അത് ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ബില്ലായിരിക്കുമോ? അത് കത്തോലിക്ക സഭയ്ക്ക് വളരെ ഹൈറാർക്കിക്കലായിട്ടുള്ള ഒരു ഭരണ സംവിധാനമുണ്ട്. അതിൻ്റെ നിയമമാണ് കാനൻ നിയമം എന്ന് പറയുന്നത്. ആ കാനൻ നിയമത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് സ്ഥലത്തെ നിയമങ്ങളനുസരിച്ച് വേണം ഭൂമി, സമ്പത്ത് തുടങ്ങിയവയുടെ കൈകാര്യം എന്നാണ്. പക്ഷേ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ രീതിയുമൊക്കെ കൃത്യമായി കാനനിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഭവിഷ്യത്ത് വന്നാൽ, ആ നിയമം ലംഘിക്കാതെ വന്നാൽ അതിൻ്റെ ശിക്ഷാ നടപടികൾ വരെ അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായൊരു നിയമസംഹിത നിലവിലുള്ളപ്പോൾ മറ്റൊരു നിയമസംഹിതയുടെ ആവശ്യമുണ്ട് എന്ന് കരുതപ്പെടുന്നില്ല. ഇനി അങ്ങനെ ഒരു പ്രത്യേക ബോർഡ് ഇതിൻ്റെ ആവശ്യമില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് കക്ഷി രാഷ്ട്രീയം സഭയിലേക്ക് കടന്നു വരാനുള്ള എളുപ്പമായി വാതിൽ തുറക്കലായി മാറും. അത് സഭയ്ക്ക് ഗുണകരമാകില്ല, ആർക്കും ഗുണകരമാകില്ല. സഭയും മതവും രാഷ്ട്രീയത്തിൽ ഇടപെടാതെ ആരോഗ്യകരമായ അകലത്തിൽ നിന്നുകൊണ്ട് പക്വമായ വിധത്തിൽ അത് കൈകാര്യം ചെയ്യുകയും അത് വേണ്ട നിർദ്ദേശങ്ങൾ വേണ്ട സമയത്ത് കൊടുക്കുകയും വിമർശനങ്ങൾ നടത്തുകയും ചെയ്ത വലിയൊരു പാരമ്പര്യം കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്കുണ്ട്. ആ പാരമ്പര്യം ഇപ്പോഴത്തെ മെത്രാന്മാർ മനസ്സിലാക്കണം. ആ പാരമ്പര്യം നമ്മൾ ഫോളോ ചെയ്യണം. ആ പാരമ്പര്യം ഉപേക്ഷിക്കരുത്. അവിടെയാണ് ചില പിതാക്കന്മാർ പറഞ്ഞതായി ഞാൻ കേട്ടു, ഞങ്ങൾ പാർട്ടി ഉണ്ടാക്കുമെന്ന്. കത്തോലിക്ക സഭയുടെ മെത്രന്മാർക്കുള്ള നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാതെയാണ് അവർ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള അബദ്ധങ്ങൾ പറയാതിരിക്കാനും പക്വമായി കാര്യങ്ങളെ നേരിടാനുമുള്ള വിവേകവും അതിനുള്ള പഠനവും അവർക്ക് ആവശ്യമാണ്. ആ വിധത്തിൽ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പൊതുവെ ഈ ക്രൈസ്തവ സമൂഹത്തിൽ ഒരിക്കലും ഒരു തീവ്രവാദ ആശയങ്ങൾക്ക് ഒരു സംഘടനാ രൂപം ഒരിക്കലും കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേരളത്തിൽ. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ഈ കാസ പോലുള്ള സംഘടനകൾ സ്വാഭാവിക സഭാ നേതൃത്വം അതിനെ തള്ളിപ്പറയുന്നുണ്ട്. പക്ഷേ അവർ വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടാവുകയും എല്ലാ ഇടവകകളിലേക്കും അവർക്ക് വ്യാപിക്കാൻ കഴിയുന്നൊരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ക്രൈസ്തവ സമൂഹത്തിനിടയ്ക്ക് മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിലൊരു തീവ്രവാദ ആശയമുള്ളൊരു സംഘടനാ രൂപം വലിയ സ്വാധീനം ചെലുത്താൻ അല്ലെങ്കിൽ കടന്നു ചെല്ലാൻ കഴിയുന്നത് ചെറിയ തോതിലാണെങ്കിലും? താങ്കൾ പറഞ്ഞത് വളരെ ഗൗരവമായ പ്രശ്നമാണ്. കത്തോലിക്ക സഭയിൽ വലതുപക്ഷ മൗലികവാദം കടന്നു വന്നതായി ഞാൻ അറിഞ്ഞിട്ടില്ല. 76 വയസ്സുണ്ട് എനിക്ക്. ഈ 70 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരം കോപ്രായങ്ങൾ ഞാൻ കാണുന്നത്. വളരെ ദുഃഖകരമാണ്. ഒരു മതസമൂഹത്തെ വെറുക്കുന്ന കക്ഷികളിവിടെയുണ്ട്. അതങ്ങനെ കത്തോലിക്ക സഭയിലേക്ക് കടന്നു വന്ന് ഒരു സംഘടന ഉണ്ടാക്കി എന്നുള്ളത് തന്നെ വലിയൊരു പരാജയമാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ആ കാസയുടെ ഭാഷയിൽ തന്നെ മെത്രാന്മാർ സംസാരിക്കാൻ തുടങ്ങുന്നു എന്നതും ഞാൻ മനസ്സിലാക്കുന്നു. ഇതൊക്കെ വിനാശകരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനാകുള്ളൂ. ഈ ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഒരു തിരുത്തിപ്പറയലിന് സാധ്യമാകാതെ പോകുന്നത് സഭയ്ക്ക്? കാരണം അത് അങ്ങനെ നിരവധി കണക്കുകൾ വന്നിട്ടും അതിന് ഒരു തിരുത്തലുണ്ടാകാം, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് സഭയ്ക്ക് പറയാൻ കഴിയാതെ പോകുന്നത്. ആ വാക്ക് പോലും ഒരു പക്ഷേ ഒരു പ്രശ്നമുള്ള വാക്കാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു സമുദായത്തെക്കുറിച്ചാണല്ലോ ജിഹാദ് എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത്. പക്ഷെ അതിൽ പോലും ഒരു തിരുത്തൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ടല്ലേ? ലവ് ജിഹാദ് എന്ന വാക്ക് മെത്രാന്മാരും സിനഡും പറഞ്ഞതായി അതൊരിക്കലും പറയരുതായിരുന്നു. തീർച്ചയായും. എന്തായാലും ഈ ഒരു സമയത്ത് ചർച്ചയാകുന്ന നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം അഭിപ്രായം പ്രകടിപ്പിക്കുകയായിരുന്നു.
നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം മുമ്പും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും അത് കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇക്കാലത്തും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കൂടുതൽ പ്രസക്തി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ശരി, KCBC നിലപാടിൽ അതിരൂക്ഷ വിമർശനമാണ് ഫാദർ പോൾ തേലക്കാട് ഉന്നയിച്ചത്. മാത്രമല്ല അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യങ്ങളും വളരെ പ്രസക്തമാണ്. നമുക്ക് ആസിഫ് മുമ്പ് തന്നെയുണ്ട് ഇപ്പോൾ തത്സമയം. ആസിഫ്, ഗുഡ് മോർണിംഗ്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് വളരെ പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ അത്രമേൽ, ഈ സമൂഹത്തിലുള്ള ആശങ്കകൾ അതേപോലെ അദ്ദേഹവും പങ്കുവെക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനം, സഭാ നേതൃത്വം തള്ളിപ്പറഞ്ഞിട്ടും കാസയ്ക്കൊപ്പം അല്ലെങ്കിൽ കാസ പറയുന്നത് പോലെ പല മെത്രാന്മാരും സംസാരിച്ചു തുടങ്ങുന്നു. ഇത് ആപൽക്കരമാണെന്ന വിലയിരുത്തലിലേക്ക് പോലും അദ്ദേഹം എത്തുകയാണ്. ആസിഫ്, സേതു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് സജീവമായി ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലാണ് അദ്ദേഹം ഈ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ പിന്തുണയ്ക്കണമെന്നൊരു ആവശ്യം ഈ KCBC അടക്കമുള്ള നേതൃത്വം ഉന്നയിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബിഷപ്പ് കൗൺസിൽ പോലും അത്തരത്തിലൊരു ആവശ്യം എംപിമാരുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു കാര്യം എത്തി. അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ മുനമ്പം വിഷയം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് അത്തരത്തിലൊരു ആവശ്യം ഒരിക്കലും സഭാ നേതൃത്വം ആവശ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. കാരണം അതൊരു ന്യൂനപക്ഷ സമുദായത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ മറ്റൊരു ന്യൂനപക്ഷ സമുദായത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ, ഇത്തരത്തിൽ അവർക്ക് ആശങ്കയുള്ളൊരു വിഷയത്തിൽ അതിനെ എതിർത്ത് അല്ലെങ്കിൽ അതിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന്, BJP സർക്കാർ കൊണ്ടുവന്ന ഒരു ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് ഒരിക്കലും സഭാ നേതൃത്വം ആവശ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്തായാലും അതിനോടൊപ്പം തന്നെയാണ് ഈ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തിയത്. അത് ഒരു അബദ്ധമായ ഒരു തീരുമാനമാണ്. ഈ സഭയുടെ വൈദികരുടെയും മെത്രാന്മാരുടെയും ചുമതല എന്താണ് എന്നറിയാത്ത ഒരു നേതൃത്വമാണ് അത്തരത്തിലൊരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടവരാകണം മെത്രാന്മാരും വൈദികരും എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അത്തരത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിന്നാൽ അത് നീതി നടപ്പിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അങ്ങനെ പ്രത്യക്ഷമായി കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടാതെ തന്നെ സഭയുടെ അഭിപ്രായങ്ങളും മറ്റും പ്രകടിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അത്തരത്തിലൊരു കാലഘട്ടം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അത് മാത്രമാണ് പിന്തുടരേണ്ടത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു കാര്യത്തിൽ അദ്ദേഹം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് കാസയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ മറ്റൊരു സമുദായത്തോട് വലിയ രീതിയിൽ വിദ്വേഷം പുലർത്തുന്ന ഒരു വിഭാഗം സഭയുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് കാസ പോലൊരു സംഘടന രൂപീകരിച്ചത് അത് വലിയൊരു പരാജയമാണ്. അത് സഭാ നേതൃത്വത്തിന് തന്നെ പരാജയമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പിന്നീട് ഇപ്പോൾ കാസ രൂപീകരണം കഴിഞ്ഞ് കാസയുടെ ഭാഷയിലേക്ക് ചില മെത്രാന്മാരും പോലും അഭിപ്രായ പ്രകടനം നടത്തുകയും അവരുടെ ഭാഷയ്ക്ക് കാസയുടെ സ്വരം ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത് ഈ ജർമ്മനിയിലടക്കം നാസിസം കടന്നു വന്ന കാലഘട്ടം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലതുപക്ഷ തീവ്രവാദത്തിലേക്ക് പോകുന്ന ഒരു പാർട്ടിയായി സഭ മാറരുത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ഈ ക്രൂശിക്കാൻ നടക്കുന്നവരെ തിരിച്ചറിയാനുള്ള ഒരു ബോധം സഭാ നേതൃത്വത്തിന് ഉണ്ടാകണമെന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്ന പോൾ തേലക്കാട് പറയുന്ന ഓരോ കാര്യങ്ങളും ഇക്കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. ഇതിലേറ്റവും പ്രധാനം, കാസയുടെ ഭാഷയിലേക്ക് മെത്രാന്മാർ പലരും പോകുന്നുണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ, അത് സമൂഹത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് കൂടി പറഞ്ഞു വയ്ക്കുകയാണ് ഫാദർ പോൾ തേലക്കാട്. ന്യൂസ് മലയാളത്തോട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആസിഫ് മുഹമ്മദ്.